ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗവിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ പെരിയാർ ടൈഗേഴ്സിലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിട്ടുള്ള ജംഗിൾ ക്യാമ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഈ കാണുന്ന വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ ലെഫ്റ്റ് തിരിഞ്ഞ് വേണം നമ്മുടെ ക്യാമ്പ് ചെയ്യുന്ന ആ ഒരു ഷെഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടെൻറ്റിലേക്ക് പോകാനായിട്ട്. നമ്മുടെ ക്യാമ്പ് ഷെഡിലേക്ക് എത്താറായപ്പോൾ തന്നെ ഈ കാണുന്ന ലേക്കിൽ ഒരുപാട് ആമ്പലുകളെല്ലാം നിൽക്കുന്നത് കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പോകുന്നത് ഈ കാണുന്നൊരു ചെറിയ ലേക്കിലൂടെയാണ്. കഴിഞ്ഞ തവണ ഫ്ലഡെല്ലാം വന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ഡാമിൻ്റെ ഷട്ടറുകളെല്ലാം ഓപ്പൺ ചെയ്ത ടൈമിൽ ഈ കാണുന്ന പാലത്തിൻ്റെ മുകളിലൂടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിലേ വന്ന് നേരെ ഈ ഒരു പാലം ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ക്യാമ്പ് ഷെഡ് കാണാനായിട്ട് പറ്റും. അങ്ങനെ ക്യാമ്പ് ഷെഡിലെത്തി ചെക്ക് ഇൻ ചെയ്ത് ചെറിയൊരു ചായ എല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ മാനമുട്ടി മലയിലേക്കാണ് ഇപ്പോൾ ട്രെക്കിംഗ് പോകുന്നത്. നമ്മൾ ഈ പോകുന്ന വഴി തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫെൻസിങ് എല്ലാം കാണാനായിട്ട് പറ്റും. ഇതിനു മുമ്പ് ഈ ഒരു ഫെൻസിങ് ഈ ഒരു ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ കാണുന്ന ഈ ഒരു വഴി, അതായത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ശരിക്കും തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അനിമൽസിനെ നമുക്ക് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രെക്കിങ് പോകുന്ന വഴിക്ക് നമ്മൾ ഫസ്റ്റ് കണ്ടത് ഈ കാണുന്നൊരു ഉടുമ്പിനെയാണ്, അഥവാ നമ്മുടെ മോണിറ്റർ ലിസാർഡ്. സാധാരണ ആളുകളുടെ അനക്കങ്ങളെല്ലാം കാണുമ്പോഴേക്കും ആൾ പെട്ടെന്ന് തന്നെ സൈഡിലേക്ക് മാറി പോകാറുണ്ട്. എന്തായാലും ഇത്തവണയും അതേപോലെ തന്നെ നടന്നു. പക്ഷേ കഴിഞ്ഞ തവണ നമ്മൾ നേച്ചർ വോക്ക് പോയ ആ ഒരു ടൈമിൽ ഒരു ഉടുമ്പിന് കിട്ടിയത് ഏകദേശം ഒരു 5-10 മിനിറ്റോളം നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറച്ച് ആളുകളെയൊക്കെ കണ്ടില്ലേ? ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ ഗവി കാടിനകത്ത് താമസിക്കുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. നമ്മുടെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നമ്മൾ കാടിനകത്തേക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ അവർ താമസിക്കുന്ന വീടുകളെല്ലാം കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ട്രെക്കിങ് പോയപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കിവിടെ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന നമ്മുടെ മലയെണ്ണാനാണ്, അതായത് നമ്മുടെ മലബാർ ജയന്റ് സ്ക്വിറൽ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആള് ഇത്തവണയും തല കീഴായിട്ട് കിടന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഇവർ ഭക്ഷണം കഴിക്കുന്നത് ഇതേ ഒരു മെത്തേഡിൽ തന്നെയാണ്. ഇനി അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് അത്ര വ്യക്തവുമല്ല. എന്തായാലും ഈ കാട്ടിൽ കയറുമ്പോൾ മലയെണ്ണാൻ്റെ കാഴ്ചകൾ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം ഇവരുടെ ഈ ഒരു കളറ് അത് നമ്മുടെ ക്യാമറയുടെ ഫ്രെയിമിലൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും നമ്മൾ മലയെണ്ണാൻ്റെ കാഴ്ച കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ വിട്ട് കളയാറില്ല. അങ്ങനെ മലയെണ്ണാൻ്റെ കാഴ്ചയെല്ലാം കണ്ട് നമ്മളിനി ഗവി റൂട്ടിലേക്ക് വീണ്ടും നടക്കുകയാണ്. നമ്മുടെ ഈ ഒരു റൂട്ടിൽ ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററോളം നടന്നതിന് ശേഷം വേണം നമുക്ക് മാനമുട്ടി മലയിലേക്ക് കയറാനായിട്ട്. നമ്മുടെ ഗൈഡ് വിഷ്ണുവിൻ്റെ വക ചെറിയൊരു ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ മാനമുട്ടി മല കയറി തുടങ്ങാനായിട്ട്. കഴിഞ്ഞ തവണ ഇത് ഞാൻ ചടങ്ങെന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ ഗൈഡുമാരുടെ ചിരി കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിനു മുമ്പും കഴിഞ്ഞ തവണ വന്നപ്പോഴൊക്കെ വിഷ്ണു മിക്കപ്പോഴും അതേ സ്ഥലത്ത് തന്നെ വെച്ച് തെന്നി വീഴാറായിട്ടുണ്ട്. ആ ഒരു തെന്നി വീഴ്ചയെല്ലാം കഴിഞ്ഞാണ് സാധാരണ നമ്മൾ ഈ ഒരു മല കയറി തുടങ്ങുന്നത് തന്നെ. കഴിഞ്ഞ തവണ നല്ല മഴയുള്ള ഒരു ടൈമിൽ വന്നപ്പോൾ ഇതേ സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് ആളൊന്നും തെന്നി വീണു. പിന്നെ നമ്മുടെ മാനമുട്ടി മലയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ കാണുന്ന മല വളരെ കുത്തനെയുള്ളൊരു മല ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ആ ഒരു സ്ട്രെച്ച് ഒന്ന് കയറി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ മലയുടെ ടോപ്പിലേക്ക് വരുമ്പോൾ താഴെ ഇതുപോലെ ഈ കാടിന് നടുക്കൂടെ റോഡ് പോകുന്ന ആ ഒരു കാഴ്ച അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. പിന്നെ അതിലൂടെ ഒരു KSRTC എല്ലാം പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീലിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടും. എന്തായാലും ഈ കാണുന്ന കുത്തനെയുള്ള കയറ്റങ്ങളെല്ലാം കയറി നമ്മൾ മേളിലെത്തുമ്പോഴേക്കും നമ്മുടെ ഓൾമോസ്റ്റ് ആംബിയർ എല്ലാം തീരും എന്നുള്ളത് കൺഫേമാണ്. അങ്ങനെ ആംബിയർ എല്ലാം തീർന്നിരിക്കുന്നൊരു ഇരിപ്പാണ് ഈ കാണുന്നത്. നമ്മൾ ലഗേജ് ഒന്നും എടുക്കാണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മല കയറാനായിട്ട് പറ്റും. പക്ഷേ ക്യാമറയും ട്രൈപോഡും നമ്മുടെ ലഗേജും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മല കയറാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. എന്തായാലും പയ്യെ ആണെങ്കിലും നമ്മൾ ഈ ഒരു മലയുടെ മുകളിലേക്ക് എത്തി തുടങ്ങുമ്പോൾ ഈ കാണുന്നൊരു കാഴ്ച കാണാനൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അത് ഞാൻ വീഡിയോയിലൂടെ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അത് ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. അത്രയ്ക്ക് അടിപൊളിയാണ് നമ്മുടെ മാനമുട്ടി മല. അങ്ങനെ മലയെല്ലാം കയറി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം എത്തിയപ്പോഴേക്കും കണ്ടാണ് ഈ കാണുന്നൊരു കാട്ടിയുടെ തലയോടും കൊമ്പും. അങ്ങനെ നമ്മൾ ജംഗിൾ ക്യാമ്പിലെ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ഏകദേശം ഒരു പകുതിയോളം ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മാനമുട്ടി മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇത് കണ്ടല്ലേ, ഒരു കാട്ടിയുടെ വലിയൊരു കൊമ്പിരിക്കുന്നുണ്ടല്ലേ, ഇത് ടൈഗർ അടിച്ചാണ്. ആളെ ടൈഗർ അടിച്ചിട്ട് അതിൻ്റെ ഇപ്പോൾ തലയോടും ഈ കാണുന്ന കൊമ്പുകളും മാത്രമേ ഉള്ളൂ. ഇനി കാലപ്പഴക്കം വരുമ്പോഴേക്കും പയ്യെ ഇത് പോകാനായിട്ടുള്ള ചാൻസും ഉണ്ട്. എന്തായാലും ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ആനിമൽസിനെ കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് മേളിലേക്ക് കയറി കഴിഞ്ഞാൽ മാനമുട്ടി മലയുടെ ടോപ്പിൽ നിന്നുള്ളൊരു കാഴ്ച അതൊരു ഗംഭീര കാഴ്ച തന്നെയാണ്. ഒരു കാട്ടിയുടെ സൈസ് കണ്ടില്ലേ,
ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിപ്പം ഉണ്ടെന്നുള്ളത്. ശരിക്കും എന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഡബിൾ സൈസ് വരുന്നുണ്ട് ഇതിൻ്റെ ഈ കൊമ്പിൻ്റെ വിട്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു ബോഡിയും അത് ജീവിച്ചിരുന്ന ആ ഒരു ടൈമിലുള്ള ആ ഒരു സൈസും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും മഴ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇടിയും വെട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇടിമിന്നൽ ശക്തമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. നല്ല ഹൈറ്റിലുള്ളൊരു മല ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്ക് ഇടിമിന്നൽ അടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മഴ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇറങ്ങേണ്ടി വരും. കാരണം മഴ കൂടിക്കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് ട്രെക്കിങ്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, എന്തെങ്കിലും സൈറ്റിംഗ് കിട്ടുമെന്ന് നോക്കാം. അജിത്തെ, എങ്ങനെയുണ്ടാ? മടുത്തറാ? മടത്തറല്ല, മടുത്തോ? കയറ്റം മടുത്തില്ല? പിന്നെ നീ എന്തിനാ ചോദിച്ചേ? അഭിമാൻ. അപ്പോൾ ഇത് നമ്മുടെ രാജേഷ് ബ്രോ അഗാർത്ത, പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഞങ്ങൾ ഒന്നിച്ചെന്ന് പറയാൻ പറ്റില്ല. അഗസ്ത്യാർകൂടം പോകുമ്പോൾ ഞാൻ റിട്ടേൺ ഇറങ്ങുമ്പോൾ സാം കയറുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളെ പരിചയപ്പെടുന്നത്. മിഡിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടു. ചാനൽ നേരത്തെ അറിയായിരുന്നു, നേരിട്ട് പരിചയപ്പെടുന്ന അന്നാണ്. അപ്പോൾ എന്തായാലും ഇന്ന് സാമിനോടൊപ്പം വരാൻ പറ്റി, അത് അടിപൊളിയാണ്. സെറ്റ്. നമുക്കപ്പോൾ നേരെ മുകളിൽ കയറും. ആ കാണത്ര ഹൈറ്റ് നമ്മൾ കയറണം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ ഇറക്കുമായിരിക്കും. നമ്മളങ്ങനെ നടന്ന് ഈ മാനമുട്ടി മലയുടെ ടോപ്പിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലൊരു ക്യാമറ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ശരിക്കും ഇവിടെ സർവൈലൻസിനായിട്ട് വെച്ചിട്ടുള്ള ക്യാമറയാണ്. നമ്മൾ ഈ കാണുന്ന മാനമുട്ടി മലയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ഒരുപാട് ആനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ കാണുന്നത് ഒരു സിംഗിളായിട്ടുള്ള ഒരു മെയിലായിട്ടുള്ളൊരു കാട്ടിയാണ്. ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഒരുപാട് കാട്ടികളും ആനകളും ഒക്കെ ആയിട്ട് നമുക്ക് അടിപൊളി കുറേ വിഷ്വൽസ് എല്ലാം ഇവിടെ നിന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്ന മല വളരെ ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഈ കാണുന്ന മലനിരകളിലെല്ലാം ഏതെങ്കിലും അനിമൽസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിനെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മളെന്തായാലും മുകളിലേക്ക് കയറി എത്തിയപ്പോഴേക്കും സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രെക്കിംഗ് തീർത്ത് താഴേക്ക് ഇറങ്ങേണ്ടതായിട്ടുമുണ്ട്. കാരണം നമ്മൾ തിരിച്ചു പോകുന്ന ടൈമിൽ നൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്നത് കാട്ടിലൂടെ ആയതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കാണ്. നമ്മൾ ഈ പോകുന്ന മലയുടെ ഈ ഒരു ടോപ്പിലെ ഏരിയ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഈ ചുറ്റുമുള്ള കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണ്. അല്ല അവിടെ റൈറ്റ്സ് കാട്ടിയല്ലേ. എങ്ങനെയുണ്ടാവില്ല ചേട്ടാ നമ്മുടെ മാനമുട്ടി മല? അടിപൊളി, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ബ്രോ അടിപൊളി, സൂപ്പർ, വളരെ നല്ല എക്സ്പീരിയൻസ്. സൈറ്റിങ്സ് കുറവാണെങ്കിലും ഇവിടുത്തെ ആംബിയൻസ് ഹെവി അല്ലേ? ഭയങ്കര റിഫ്രഷിംഗ് ഫീലിംഗ്. ഒരു മുല്ലപ്പെരിയാർ ഡാം ഇവിടുന്ന് കാണാൻ പറ്റി. അത് വലിയൊരു കാര്യമാണ്. ഫോട്ടോ എടുക്കാൻ പാടില്ല. നമ്മള് ഫോട്ടോ അങ്ങനത്തെ കാര്യം അതൊക്കെ ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടൈറ്റ് സെക്യൂരിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് കണ്ടുകൊണ്ട് കണ്ടു. വേറെ ഒരു കാര്യം, അതായത് റെക്കോർഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. മുള്ളമ്പന്നിയുടെ മുള്ള് അടുത്ത വേടനാവണ്ട കളഞ്ഞു. ഇവിടെ കയറി കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങാൻ തോന്നില്ല. ഒരു ടെന്റ് കിട്ടിയായിരുന്നു ഇവിടെ കിടക്കായിരുന്നല്ലേ. ഞങ്ങൾ ടെന്റിങ് കൊണ്ടുവന്നോട്ടേന്ന് കിട്ടില്ലേ. നമ്മൾ ഈ ഒരു മല കയറി തുടങ്ങിയിട്ട് കുറേ നേരമായി. നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് നമുക്ക് ആകെ കാണാനായിട്ട് പറ്റിയത് നേരത്തെ കണ്ട ആ മെയിലായിട്ടുള്ളൊരു കാട്ടിയെ മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് കുറച്ചുകൂടി നടന്നങ്ങ് ചെന്ന് ആ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയിൽ എത്തിയപ്പോഴാണ് നമുക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് ഒരുപാട് സൈറ്റിങ്സ് കിട്ടിയത്. അതായത് ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് വെറൈറ്റി ആനിമൽസ്. അതെന്തൊക്കെയാണെന്നുള്ളതല്ലേ, അതിൻ്റെ കാഴ്ചകളൊക്കെ ഇതാ പുറകെ വരുന്നുണ്ട്. നമ്മളെ ഇപ്പോൾ മാനമുട്ടിയുടെ ടോപ്പിലെത്തിയപ്പോഴേക്കും കുറേ അനിമൽസിനെ നമുക്ക് കാണാൻ പറ്റി. ഇവിടെ ഈ പാറപ്പുറത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് അനിമൽസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ഒരു 3-4 ആന നിൽക്കുന്നുണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡിൽ ഒരു 6 നിൽക്കുന്നുണ്ട്. പിന്നെ ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 19 കാട്ടി 2 സൈഡിലായിട്ട് 2 സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ താഴെ ഒരു കരടി അമ്മയും കുഞ്ഞും.
പക്ഷെ അത് പുല്ലിൻ്റെ ഇടയിട്ട് കാരണം ഞങ്ങൾ നോക്കിയിരിക്കുക ഇറങ്ങി വരാനായിട്ട്. ഈ മാനമുട്ടി മലയുടെ പ്രത്യേകത, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ദൂരത്ത് ഇങ്ങനെ ഈ ഒരു കാട് കിടക്കുന്ന കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് അനിമൽസിന് സ്പോട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഈ ഒരു ക്ലൈമറ്റും ഈ ആനിമൽ പ്രസൻസും ഇതൊക്കെ തന്നെയാണ് നമ്മളെ പിന്നെയും പിന്നെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇതാ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അമ്മയും കുഞ്ഞും, അതായത് നമ്മുടെ കരടിയും കുഞ്ഞും. സാധാരണ ഈ മാനമുട്ടിയിൽ വരുമ്പോൾ നമുക്ക് മിക്കപ്പോഴും സൈറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ് ഈ കാണുന്ന കരടി. ഇതിനു മുമ്പ് നമ്മൾ വന്നപ്പോൾ നമുക്ക് 2 സെറ്റ് കരടിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലും ഇതുപോലെ തന്നെ അമ്മയും കുഞ്ഞുമായിട്ട് കിടക്കുന്നതും കുഞ്ഞും മുതുകത്ത് കയറുന്നതും അങ്ങനെ ഒരുപാട് വിഷ്വൽസ് കിട്ടിയിരുന്നു. നമ്മുടെ ഈ കരടി നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കൂട്ടം ആനകൾ നിൽക്കുന്നുണ്ട്. ഈ ആനകൾ നിൽക്കുന്ന അതേ ഡിറക്ഷനിലേക്ക് തന്നെയാണ് ഈ കരടിയും കുഞ്ഞും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനകൾ നിൽക്കുന്നതിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ഒരുപക്ഷെ ഇവർ തമ്മിൽ കണ്ടതിന് ശേഷം ഇതിൽ ആരെങ്കിലും ഓടാനായിട്ടുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളും വളരെ ക്യൂരിയസ് ആയിട്ട് തന്നെയാണ് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നത്. ഇതിൽ ഓടാനായിട്ട് ചാൻസ് കൂടുതലുള്ളത് കരടി തന്നെയാണ്, പ്രത്യേകിച്ച് കുഞ്ഞു കൂടെയുള്ളപ്പോൾ. എന്തായാലും ഈ കാണുന്ന പുല്ലിനിടയിലൂടെ ഇങ്ങനെ ഈ കരടി നടന്നു പോകുമ്പോഴേക്കും നമുക്കതിനെ സ്പോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാട്ടിൽ നമ്മൾ ഇതുപോലെ നടന്നു പോകുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഇതുപോലെ ഒരു കരടിയുടെ മുമ്പിലെങ്ങാനും ചെന്ന് പെടുകയാണെന്നുണ്ടെങ്കിൽ കരടി നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, കരടിയുടെ ഒരു അറ്റാക്കിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ശരിക്കും 2 കാലിൽ നിന്നിട്ടാണ്. അതായത് കരടി മറ്റു ആനിമൽസിനെയോ അല്ലെങ്കിൽ മറ്റു കരടികളെയോ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത് 2 കാലിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ കാണുന്ന ആ ഒരു ടൈമിൽ നമ്മൾ 2 കാലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കരടിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്ന് കരുതി അവർ തിരിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാട്ടിലെല്ലാം പോകുമ്പോൾ കരടി എന്ന് പറയുന്ന ഒരു ഐറ്റത്തെ വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. ഈ കരടി നിന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ കാണുന്ന ആനകളും കാട്ടികളും അങ്ങനെ ഒരുപാട് ആനിമൽസ് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന മലയുടെ താഴെ ഭാഗത്തായിട്ടാണ് ഈ കണ്ട ആനകളെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് നമുക്കിവിടെ നിൽക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ കാണുന്ന ആനക്കൂട്ടത്തിൽ വളരെ ചെറിയൊരു കുട്ടിയെ കാണാം. ശരിക്കും ആ ഒരു പുല്ലിനിടയിലൂടെ ആ ഒരു കുട്ടി നടന്നു പോകുമ്പോൾ അതിനെ നമുക്ക് കാണാനും കൂടി പറ്റുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ കാണുന്ന പുല്ല് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടൊക്കെ തോന്നുമെങ്കിലും ശരിക്കും ഒരാൾ പൊക്കത്തിന് മുകളിൽ ഇതിന് ഹൈറ്റ് ഉണ്ട്. എന്തായാലും കാട്ടിയും കരടിയും ആനകളും അങ്ങനെ ഒരുപാട് ആനിമൽസിനെ നമുക്ക് ഒരേ സമയത്ത് ഈ കാണുന്നൊരു മലഞ്ചെരുവിൽ കാണാനായിട്ട് പറ്റിയെന്നുള്ളത് തന്നെ ഒരു ലക്ക് തന്നെയാണ്. കാരണം നമ്മൾ ഈ ഒരു മല ഇത്രയും നേരം കയറി വന്നിട്ട് നമുക്ക് ആകെ ഒരേ ഒരു കാട്ടിയെ മാത്രമാണ് കാണാനായിട്ട് പറ്റിയത്. എന്തായാലും ഈ ഭാഗത്തെത്തിയപ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് കാട്ടികളും ആനകളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കാട്ടിയുടെ കൂട്ടം നമ്മൾ പോകുന്ന ആ ഒരു വഴിയിലേക്ക് തന്നെ വരാനാണ് ചാൻസ്. ആ കാണുന്നൊരു വഴിയിലൂടെയാണ് നമുക്ക് നടന്നു പോകാനുള്ളത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ഈ കാട്ടികൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് വഴിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഇതിൻ്റെ വിഷ്വൽസ് എടുക്കാനായിട്ട് പറ്റും. എന്തായാലും ലേറ്റായി തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് നേരെ കാട്ടികളുടെ വിഷ്വൽസ് എടുക്കാനായിട്ടാണ് ഈ ധൃതിയിൽ അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മുടെ ഈ മാനമുട്ടി മലയിലെ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം മഞ്ഞും മഴയും വെയിലും എല്ലാം പെട്ടെന്നാണ് ഇവിടെ മാറി മാറി വരിക. നിങ്ങളിങ്ങോട്ടേക്ക് ട്രെക്കിംഗ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഒരു റെയിൻകോട്ടോ അല്ലെങ്കിൽ നല്ലൊരു കുടയോ ഒക്കെ കരുതുന്നത് നന്നായിരിക്കും. എന്തായാലും നമ്മൾ നേരത്തെ കണ്ട ആ കാട്ടികളുടെ അടുത്തേക്ക് എത്താറായപ്പോഴേക്കും അവരെല്ലാവരും നമ്മൾ ആ ഒരു വഴി ക്രോസ് ചെയ്ത് താഴേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ നിൽക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് നേരം അതിൻ്റെ വിഷ്വൽസ് എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഈ കാണുന്ന കാട്ടികളുടെ കൂട്ടത്തിൽ ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയും ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു കൂട്ടം എപ്പോഴും വളരെ അലേർട്ടായിട്ടായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. പക്ഷേ സാധാരണ പശുക്കളെ പോലെ തന്നെ വളരെ സമാധാനപ്രിയരും അതുപോലെ തന്നെ കുറച്ച് പേടിയുള്ള കൂട്ടരും ആയതുകൊണ്ട് തന്നെ ഇവർ സാധാരണ മനുഷ്യരുടെ ആ ഒരു പ്രസൻസ് വരുമ്പോൾ ഒഴിഞ്ഞു പോകാറാണ് പതിവ്. പക്ഷേ നമ്മൾ ഈ കാണുന്നൊരു ഐറ്റം, അതായത് മെയിലായിട്ടുള്ളൊരു കാട്ടി, അത് ഈ ഫീമെയിൽസിനെ പോലെയല്ല. ആൾ കുറച്ചുകൂടി അഗ്രസീവാണ്. നമ്മൾ മനുഷ്യർ അടുത്തേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഈ മാനമുട്ടിമല വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ചാൻസ് ഉള്ളതും ഈ കാണുന്ന കാട്ടികളെ തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു വലിയൊരു കൂട്ടം പുല്ലെല്ലാം വകഞ്ഞു മാറ്റി ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഏകദേശം അതേ രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ ഈ കാണുന്നൊരു കാഴ്ചയും. ഈ മാനമുട്ടി മലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് കിട്ടാറുള്ളത് ഈ കാണുന്ന കാട്ടികളും അതുപോലെ ആനകളും ഒക്കെ തന്നെയാണ്.
അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ മലയിൽ അവർക്ക് വേണ്ട ഫുഡ് ധാരാളമുണ്ട്. നമ്മൾ ഈ കാണുന്ന പുല്ലുകളെല്ലാം തന്നെയാണ് അവർ കഴിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ചെക്ക് ഡാം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം കുടിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല. ഇത്രയധികം അനിമൽസ് ഇവിടെ വരുന്നതുകൊണ്ട് തന്നെയാണ് ഈ മാനമുട്ടിമലയുടെ ടോപ്പിൽ മിക്കപ്പോഴും നമുക്ക് ഈ കടുവയെ കാണാൻ പറ്റുന്നത്. കാരണം കടുവയ്ക്ക് കഴിക്കാനുള്ള ഫുഡാണല്ലോ ഈ നടന്നു പോകുന്നതെല്ലാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കരടിക്ക് എന്താണ് കാര്യമെന്നാണ് മനസ്സിലാവാത്തത്. അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഇവിടെ വരുമ്പോൾ നമുക്ക് മിക്കപ്പോഴും കരടിയുടെ സൈറ്റിങ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടാറുണ്ട്. ഈ കാണുന്നൊരു വിഷ്വൽ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോഴേക്കും കാട്ടികൾ ഇതുപോലെ ഈ പുല്ലെല്ലാം വകഞ്ഞു മാറ്റി മുകളിലേക്ക് ഓടുന്നൊരു വിഷ്വൽ കിട്ടിയത്. എന്തായാലും അത്രയും വലിയൊരു കൂട്ടം അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇതിൽ കിട്ടുന്നില്ല എന്നറിയാം. എന്തായാലും ഈ കാട്ടികൾ ഇങ്ങനെ കയറി പോകുന്ന ആ ഒരു കാഴ്ച അതിവിടെ നിന്ന് കാണാനൊരു പ്രത്യേക രസമായിരുന്നു. അങ്ങനെ കാട്ടികളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ റോഡിലേക്ക് നടന്നു തുടങ്ങി. അങ്ങനെ ഈ വഴി പോയപ്പോഴേക്കും വീണ്ടും താഴെ ഒറ്റയ്ക്കൊരു കാട്ടി നിൽക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കൊമ്പൻ കാട്ടി എന്ന് തന്നെ പറയാം. കാരണം ആൾ ഒറ്റയാനാണെങ്കിലും ആൾക്ക് ഒരു കൊമ്പേ ഉള്ളൂ. ഒരുപക്ഷെ മറ്റ് കാട്ടികളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ പോയതായിരിക്കാം. അത് നിന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കൂട്ടം വേറെയും കാട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ലൈറ്റെല്ലാം പോയതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം വിഷ്വൽസ് ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. കുറച്ച് നേരം നിന്ന് ഈ കാണുന്ന കാട്ടികളുടെ കാഴ്ചകളെല്ലാം നല്ല ഭംഗിയായിട്ട് പകർത്തിയതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ക്യാമ്പ് ഷെഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ക്യാമ്പ് ഷെഡിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്ന ഇരട്ടവാലൻ പക്ഷി. ഈ കാണുന്ന ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു ഇടിമിന്നലോടുകൂടി തന്നെ ഇവരെ കാണാനൊരു പ്രത്യേക രസമായിരുന്നു. അങ്ങനെ ഇവരുടെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ ക്യാമ്പ് ഷെഡിലേക്ക് പോയി നമ്മൾ ഈ കാണുന്നൊരു ടെൻറ്റിലാണ് ഇന്ന് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ട്രെക്കിങ്ങിൻ്റെ ക്ഷീണം നല്ലപോലെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നൈറ്റ് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ അതിരാവിലെ 6 മണിക്ക് നമ്മൾ നേരെ ജംഗിൾ സഫാരി പോകാൻ പോവാണ്. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ തന്നെ ബസ്സിലാണ് നമ്മൾ ഈ ഒരു സഫാരി പോകുന്നത്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബസ് സഫാരി പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ കാണുന്ന ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചായ കുടിക്കാനായിട്ട് വന്നതാണ്. അവിടെ ചെന്നപ്പോഴേക്ക് നമുക്ക് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് ഈ കാണുന്നൊരു ടൈഗർ. അതേതാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ പിക്കോളിൻസ് വൈബിലെ കൊളിംബ്രോയ്ക്ക് കിട്ടിയ ടൈഗറായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ കടുവയുടെ കണിയെല്ലാം കണ്ട് നമ്മൾ നേരെ ജംഗിൾ സഫാരി പോകാൻ പോവാണ്. ചെറിയൊരു കോടയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ എന്തെങ്കിലും അനിമൽസിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ ഇന്ന് ജംഗിൾ സഫാരി പോകുന്നത്. നമ്മൾ ഇന്നലെ പോയ അതേ റൂട്ടിൽ തന്നെ കുറച്ചുകൂടി ദൂരം നമ്മുടെ ഗവി ഡാം വരെയാണ് നമ്മുടെ ഈ ഒരു ജംഗിൾ സഫാരി പോകുന്നത്. നമ്മുടെ ഈ ബസ് എടുക്കുന്നത് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ മറ്റു വണ്ടികൾ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് ബസ് എടുക്കാനായിട്ട് ഇതിൽ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ കുറച്ചധികം വണ്ടികൾ പോയിട്ടുമുണ്ട്. പിന്നെ കാട്ടിൽ കയറുമ്പോൾ അതെപ്പോഴും ഒരു ലക്ക് തന്നെയാണ്. നമ്മൾ ആദ്യം പോയാലും അവസാനം പോയാലും അനിമൽസിനെ കാണാനായിട്ട് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണെങ്കിലും കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നേരെ മേളിലായിട്ട് കാണുന്ന ഒരു ടവർ കണ്ടില്ലേ? അതിലൂടെയാണ് നമ്മൾ ഇന്നലെ മാനമുട്ടി മലയുടെ ടോപ്പിലേക്ക് പോയത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരുപാട് ദൂരം കാടിനകത്തേക്ക് പോയി നമ്മുടെ ഗവി ഡാം വരെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് ഈ കാണുന്ന ഇരട്ടവാലനാണ്. ഇന്നലെ നൈറ്റിൽ നമ്മൾ ആ ഒരു ഗോൾഡൻ ലൈറ്റിൽ കണ്ട അതേ ബേർഡ്. അങ്ങനെ കുറച്ച് നേരം നിന്ന് അതിൻ്റെ വിഷ്വൽസ് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ഗവിയിലേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഈ പോകുന്ന വഴി ഒരുപാട് വെറൈറ്റി ബേർഡ്സിനെയും അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ആനിമൽസിനെയെല്ലാം നമുക്ക് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു റൂട്ടിൽ പോയ ടൈമിൽ ആനയും കാട്ടിയും കാട്ടുപട്ടിയും അങ്ങനെ ഒരുപാട് ആനിമൽസിനെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൂട്ടിൽ KSRTCക്ക് പോകുന്ന ആളുകൾ ഇവിടെ കടുവയും അതുപോലെ കരടിയും എല്ലാം കണ്ടിട്ടുണ്ട്. നല്ല ആനിമൽ ഡെൻസിറ്റി ഉള്ള ഒരു കാടായതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നമുക്ക് ഏത് അനിമലിനെയും കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഈ വളവെല്ലാം വളരെ ശ്രദ്ധിച്ചാണ് നമ്മളും പോകുന്നത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയിലൂടെയാണ് നമ്മൾ പുൽമേട്ടിലൂടെ ശബരിമല പോകുന്നത്. നമ്മൾ കണ്ട ആ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഒരു പ്രത്യേക അതിഥിയുണ്ട്. വേറെ ആരുമല്ല, ഒരു കാട്ടുപന്നിയാണ്. പാറു എന്നാണ് ആളുടെ പേര്. അവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള ആളുകൾ അതിൻ്റെ പേര് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് ഓടിയെത്താറുണ്ട്. എന്തായാലും രാവിലെ നമ്മൾ വന്ന ടൈമിൽ ആളെ കാണാനായിട്ട് പറ്റിയില്ല. ചിലപ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനായിട്ട് പോയതായിരിക്കും. പക്ഷേ തിരിച്ചു വന്ന ആ ഒരു ടൈമിൽ നമുക്ക് അതിൻ്റെ കാഴ്ചകളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ പകർത്താനായിട്ട് പറ്റി. അപ്പോൾ എന്തായാലും അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് പുറകെ കാണാം.
അങ്ങനെ കുറച്ച് നേരത്തെ കാട്ടിലൂടെയുള്ള ഓട്ടത്തിന് ശേഷം കാടിനകത്ത് തന്നെയുള്ളൊരു അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ വ്യൂ പോയിന്റിലേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു മലയിൽ നിൽക്കുന്ന ഒരു മെയിലായിട്ടുള്ളൊരു കാട്ടിയാണ്. നല്ല ഡിസ്റ്റൻസിലായതുകൊണ്ടും നമ്മൾ ട്രൈപോഡ് എടുക്കാതിരുന്നുകൊണ്ടും അതിനെ വീഡിയോയിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയായിരുന്നു. എന്തായാലും എന്താ ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാട്ടി. മലയുടെ അപ്പുറത്തായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വ്യക്തമായിട്ട് അതിനെ വീഡിയോയിലേക്ക് പകർത്താനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം ഈ കാണുന്നൊരു കാട്ടി നമ്മുടെ ഫ്രണ്ടിലൂടെ എല്ലാം നടന്ന് പയ്യെ ഒരു കാടിനകത്തേക്ക് കയറിപ്പോയി. ഇത് കാടിനകത്തേക്ക് കയറിപ്പോയ ഒരു ടൈമിൽ ബോറടി മാറ്റാനായിട്ടെടുത്താണ് ഈ കാണുന്നൊരു ബേർഡ്. നമ്മൾ കാട്ടിലും അതുപോലെ നാട്ടുമ്പുറങ്ങളിലും എല്ലാം വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു ബേർഡാണ് ബുൾബുൾ. അങ്ങനെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണെങ്കിൽ പോലും ഈ ഒരു വിഷ്വൽ ഇത്രയും 4K ക്വാളിറ്റിയിൽ കാണാനായിട്ടൊരു പ്രത്യേക രസം തന്നെയായിരുന്നു. ഇത്രയും നല്ല ഭംഗിയുള്ള വിഷ്വൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്നത് വരെ ഈ ബുൾബുളിൻ്റെ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ വീഡിയോയിലേക്ക് പകർത്തിയത്. അങ്ങനെ ബുൾബുളിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോൾ അവിടെ നിന്ന് ആളുകളെല്ലാം തന്നെ വീണ്ടും സൗണ്ട് ഉണ്ടാക്കി തുടങ്ങി. കാര്യം വേറൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തെ മലയിൽ വീണ്ടും നമ്മുടെ ആ കാട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പുറത്തെ മല എന്ന് പറയുന്നത് തൊട്ടടുത്തൊന്നുമല്ല, അത് എത്ര ഡിസ്റ്റൻസിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ നിൽക്കുന്നത് ഈ ഒരു മലയിലാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു മലയുടെ എൻഡിലായിട്ടാണ് ഈ കാണുന്ന കാട്ടി നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ അത് കാട്ടിയാണ് എന്നുള്ളത് മനസ്സിലാവുമെങ്കിലും ഇത്രയും അടുത്തൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. എന്തായാലും അതിരാവിലെയുള്ള ഈ ഒരു ലൈറ്റിൽ ഇങ്ങനെ ദേഹത്തെ എണ്ണയെല്ലാം തേച്ച് നടക്കുന്ന പോലെ ഈ ഒരു കാട്ടി പോകുന്ന കാഴ്ച കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ കാട്ടിയുടെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി നമ്മൾ നേരത്തെ വന്ന അതേ വണ്ടിയിൽ കയറി നമ്മുടെ ഗവി ഡാമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജംഗിൾ സഫാരി വരുന്നത് ശരിക്കും ഗവി ഡാം വരെയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് നമ്മുടെ ഗവി ഡാമിലേക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണെങ്കിലും ഈ കാണുന്ന ലെഫ്റ്റിലേക്കുള്ളൊരു വഴി, നമ്മൾ ഇതിനു മുമ്പ് ഗവി പാക്കേജ് എടുത്ത് വന്നപ്പോൾ നമ്മൾ ട്രെക്കിങ്ങിന് പോയത് ആ വഴിയായിരുന്നു. അവിടെ നമുക്ക് ഒരുപാട് അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഗവി ഡാം. ഈ ഡാം വരെയാണ് നമുക്ക് ജംഗിൾ സഫാരിക്ക് പെർമിഷനുള്ളൂ. ഈ ഡാമിലൂടെ നടന്ന് അക്കരെ ചെന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ ഗവി പാക്കേജ് എല്ലാം എടുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡാമിൻ്റെ സൈഡിലായിട്ട് നോക്കുമ്പോൾ നമുക്ക് ബോട്ടിംഗ് എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ പാക്കേജ് എടുത്തിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബോട്ടിംഗ് എല്ലാം ചെയ്യാൻ പറ്റൂ. ഈ ബോട്ടിംഗ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വാട്ടർഫോൾ വിസിറ്റും ഉണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ കയറി മാത്രമാണ് പോകാനായിട്ട് പറ്റുക. അങ്ങനെ ഗവിയിലെ ഡാമിൻ്റെ അടുത്ത കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ നേരത്തെ കണ്ട അതേ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. എന്തായാലും വ്യൂ പോയിന്റിൽ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാതെ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ്. അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ പാറു, അതായത് നമ്മുടെ കാട്ടുപന്നി അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്നത് ഒരു കാട്ടുപന്നി ആണെങ്കിൽ കൂടി ഇവിടെ വരുന്ന ആളുകളൊക്കെ ആയിട്ട് ഇത് നല്ല രീതിയിൽ ഇടപഴകുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ വണ്ടി വന്ന് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ആളുകളെ കാണുമ്പോഴോ അതിനത്ര പേടിയൊന്നുമില്ല. എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ തന്നെയാണ് ഇതിനെ മിക്കപ്പോഴും കാണാറുള്ളത്. അങ്ങനെ പാറുവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ക്യാമ്പ് ഷെഡിലേക്ക് എത്തി. അപ്പോൾ നമ്മളിപ്പോൾ ജംഗിൾ ക്യാമ്പിൽ ട്രെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ? ആൾക്കാരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ പേര് ജോൺസൺ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. വളരെ നല്ല പരിപാടിയായിരുന്നു. 2 ദിവസം ഫോറസ്റ്റിനുള്ളിൽ ആനിമൽ സൈറ്റിങ്സ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാനെന്ന്. 2 പുതുമുഖങ്ങളെയാണെന്ന് ആദ്യം പരിചയപ്പെടുന്നത്. രാജേഷ്, അഗാത്ത.
ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം അഗസ്ത്യാർകൂടത്തിൻ്റെ സമയത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു. അതെ. എന്നാലും പ്രാവശ്യം പറയുകയാണ്, കഴിഞ്ഞ അഗസ്ത്യാർകൂടം ടൈമിൽ ഞങ്ങളത് പരിചയപ്പെട്ടതാണ്. പിന്നെ ഞാൻ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ സാമിൻ്റെ ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ വന്നു, നിങ്ങൾക്കും പോരാട്ടോ സാമിനോടൊപ്പം, ഇനിയും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. അടുത്ത ആളതേ നമ്മുടെ അഭിലാഷേട്ടൻ, നമ്മുടെ പറമ്പിക്കുളത്ത് 3 കടുവയെ പിടിച്ച ആളാണ് ഇരിക്കുന്നത്. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു അഭിലാഷേട്ടാ? ഒരു രക്ഷയില്ല. ടെൻറ്റിൽ ആദ്യമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ടെൻറ്റ് നന്നായി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ രാവിലെ ഒരു സഫാരി ഉണ്ടായിരുന്നു, അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നന്നായിരുന്നു. പിന്നെ ഇന്നലെ ശരിക്കും സഫാരി ഞെട്ടിച്ച് കളഞ്ഞു. കാരണം കടുവകളെ കടുവയല്ല, നമ്മളൊന്ന് കാട്ടുപോത്തിനെ 1-2 ആയിട്ട് അവിടെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 45 കാട്ടുപോത്ത്. അത് കാട്ടുപോത്താന്ന് ഞാൻ അംഗീകരിക്കില്ല, കാട്ടി. എന്തോ ഒരു പോത്തിന്റെ ഒരു വകഭേദം. അതെ, കാട്ട് കാളാന്ന് വരിവരിയായിട്ട് നടന്നു പോകുന്ന കണ്ടു. നല്ല അടിപൊളിയായിരുന്നു, കളക്കി. പിന്നെ കരടി 2 അതെ, കരടി, ആനക്കൂട്ടം, ഇങ്ങനെ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അടുത്ത ആളതേ നമ്മുടെ ജയപ്രകാശ്. കഴിഞ്ഞ തവണ നമ്മുടെ തേക്കടിയിലുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ ട്രിപ്പ് ഞാൻ സാമേറിൻ്റെ അവിടെ തേക്കടിയിലുണ്ടായിരുന്നു. ഇന്നലത്തെ ട്രിപ്പും കൊള്ളായിരുന്നു. കരടി, കാട്ടുപോത്ത്, പിന്നെ കുറേ ആനകളൊക്കെ കാണാൻ പറ്റിയായിരുന്നു. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടെൻറ്റിലുള്ള സ്റ്റേയും കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അജിത്ത്. ഹായ്, അജിത്ത്. അജിത്തകം അടിപൊളി. ഞാൻ ബസ്സിലാണ് വന്നത് ഞാൻ. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കൊടൈക്കനാലിലൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗവിക്ക് വരുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റേ മലയുടെ മുകളിൽ കൂടെ ബസ് പോണത്, ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നിറയെ സൈറ്റിംഗ് ഒക്കെ കിട്ടി. ആനക്കൂട്ടം, കരടി എല്ലാം കിട്ടി. പിന്നെ കാട്ടുപോത്ത് ലൈനായിട്ട് പോണത് ഒരു 10-40 കിട്ടി. സോ അടിപൊളി. ടെൻറ്റ് സ്റ്റേ സൂപ്പറായിരുന്നു പ്രോഗ്രാം. അങ്ങനെ നമ്മൾ ബാക്കി പരിപാടിയെല്ലാം തീർത്ത് നേരെ നമ്മുടെ ബേർഡ് വാച്ചിങ്ങിനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാരേജ് ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ബേർഡ് വാച്ചിങ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് വീണ്ടും ഒരു മലയണ്ണനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബേർഡ് വാച്ചിങ് കഴിഞ്ഞ് നമുക്കിനി നെക്സ്റ്റ് ഉള്ളൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. അപ്പോൾ തേക്കടിയിലെ ബോട്ടിങ്ങിന് നമ്മൾ പലതവണ പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ എന്തായാലും ആ ഒരു ബോട്ടിങ്ങിന് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാക്കേജിൽ തന്നെ ഈ ബോട്ടിംഗ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ജംഗിൾ ക്യാമ്പ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ periyartigerreserve.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ബുക്ക് ചെയ്യാം. 2 പേർക്ക് 5500 രൂപയാണ് ഈ ഒരു പ്രോഗ്രാമിന് വരുന്നത്. അങ്ങനെ ബേർഡ് വാച്ചിങ്ങിന് പോയിട്ട് നമുക്ക് സൈറ്റിംഗ് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നേരെ തിരിച്ചു പോകാനായിട്ടുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മളിത് ജംഗിൾ ക്യാമ്പിലെ ട്രക്കിങ്ങും സഫാരിയും അങ്ങനെയുള്ള സകല പരിപാടിയും കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. 2 ദിവസം കൂടി ഇവിടെ താമസിക്കണമായിരുന്നു. അഭിപ്രായ വ്യത്യാസമുണ്ട്. 2 ദിവസം കൂടി നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. എന്തായാലും ഇനിയും ജംഗിൾ ക്യാമ്പിലേക്ക് ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങുമ്പോൾ ഒന്നുകൂടി വരണമെന്നുണ്ട്. കാരണം മഴ വരുമ്പോഴേക്കും നമ്മുടെ ഇന്നലെ കയറിയ മാനമുട്ടിയിലെ ആ ഒരു കാഴ്ചകൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. ഫുൾ കോടയും. അതിന് മുമ്പത്തെ ദിവസം കടുവയെ കണ്ടു, കരടിയെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് കരടിയെ കാണാൻ പറ്റുള്ളൂ, കടുവയെ കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.